2024 ഓഗസ്റ്റ് 14 WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച എംപോക്സ് 2022 ശേഷം ഇന്ത്യയിൽ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നു. വൈറസ് ബാധ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ 34കാരനിലാണ് പഴയ വകഭേദത്തിലുള്ള വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ലോകാരോഗ്യ സംഘടന മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന സൂണോട്ടിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ഈ വൈറസ് 1958 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ ലബോറട്ടറി കുരങ്ങുകൾക്കിടയിലാണ് ആദ്യമായി വസൂരിക്ക് സമാനമായ രോഗമായി തിരിച്ചറിഞ്ഞത്. എന്നാൽ വർഷങ്ങളായി മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് പുറം ലോകമറിയാതെ ഈ രോഗം നിലനിന്നിരുന്നു എന്ന് പിന്നീടുള്ള പഠനങ്ങളിൽ തിരിച്ചറിഞ്ഞു. ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ടത് കുരങ്ങുകളിലായതുകൊണ്ട് തന്നെ മങ്കി പോക്സ്, വാനര വസൂരി എന്നീ പേരുകളിലാണ് ഇത് വ്യാപകമായി അടുത്ത കാലം വരെ അറിഞ്ഞു തുടങ്ങിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള ഗവേഷണങ്ങളിൽ കുരങ്ങുകൾക്ക് പുറമെ ഗാംബിയൻ പൗച്ച് എലികളിലും ഡോർമിസ് ആഫ്രിക്കൻ അണ്ണാൻ തുടങ്ങിയ മറ്റു ജീവികളിലും ഈ വൈറസിൻ്റെ സാന്നിധ്യം വ്യാപകമായി കാണപ്പെട്ടു. അതിനുശേഷം ഈ രോഗം എംപോക്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബുഷ് മീറ്റ് അല്ലെങ്കിൽ വന്യജീവികളുടെ മാംസം ഒരു പ്രധാന ആഹാര വിഭവമാണ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ ജന്തുക്കളിൽ വൈറസ് വാഹകരായ ജീവികളുടെ മാംസവും തൊലിയും കൈകാര്യം ചെയ്യുന്നതും അവ വേണ്ട വിധത്തിൽ പാകം ചെയ്യാതെ ഭക്ഷിക്കുന്നതും മറ്റു ചില കാര്യങ്ങളായ ചുംബനം, ലൈംഗിക ബന്ധം, രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കം എന്നിവയിലൂടെയൊക്കെയാണ് സാധാരണയായി ഈ രോഗം പകരുന്നത്. ഇതിൽ തന്നെ 2022 WHO സ്വവർഗ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ രോഗം സംക്രമിക്കാനുള്ള ഒരു വലിയ കാരണമായി കാണുകയും അതിൽ നിന്ന് മാറി നിൽക്കാനും സൂക്ഷ്മത പുലർത്താനും ആഹ്വാനം ചെയ്യുക വരെ ചെയ്തിരുന്നു. ഓർത്തോപോക്സ് വൈറസ് ജനുസിൽ പെട്ട സൂണോട്ടിക് വൈറസാണ് മങ്കി പോക്സ് എന്ന അസുഖത്തിന് കാരണമായ മങ്കി പോക്സ് വൈറസ്. വസൂരിയുടെ കാരണക്കാരനായ വേരിയോള വൈറസും ഈ ജനുസിൽപ്പെട്ടതാണ്. വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച ആദ്യ നാളുകളിൽ മനുഷ്യരിലേക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ വിരളമായിട്ടായിരുന്നു ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ 1970 മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ വസൂരിക്ക് സമാനമായ ഒരു രോഗത്തിൻ്റെ വ്യാപനം ലോക ശ്രദ്ധയിൽപ്പെടുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ അന്വേഷണം ആരംഭിക്കുകയും ആദ്യമായി മനുഷ്യരിൽ ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. 1988 ശേഷം കൃത്യമായ ഇടവേളകളിൽ ഈ രോഗം മധ്യ ആഫ്രിക്കയിലും പശ്ചിമ ആഫ്രിക്കയിലും പ്രത്യക്ഷപ്പെടുകയും വ്യാപിക്കുകയും മരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പോന്നിരുന്നു. ആഫ്രിക്കയ്ക്ക് പുറത്ത് 2022 വരെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. എന്നാൽ 2022 കോങ്കോയിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് വ്യാപനം ആഗോള അടിസ്ഥാനത്തിൽ എത്തപ്പെടുകയും ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നീ വൻകരകളിലേക്ക് കൂടി എത്തപ്പെടുകയും ചെയ്തു. WHO ആഗോള അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സംജാതമായി. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വ്യത്യസ്ത വകഭേദങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വൈറസിനെ മധ്യ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വകഭേദത്തിന് കോങ്കോ ബേസിൻ വൈറസ് എന്നും പശ്ചിമ ആഫ്രിക്കയിൽ കാണപ്പെടുന്നതിനെ പശ്ചിമാഫ്രിക്കൻ വേരിയന്റ് എന്നുമായിരുന്നു മുൻകാലങ്ങളിൽ വിളിച്ചു പോന്നിരുന്നത്. ഭൂമിശാസ്ത്രവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് 2022 ശേഷം കോങ്കോ ബേസിൻ വൈറസിൻ വകഭേദത്തെ ക്ലാഡ് 1 എന്നും പശ്ചിമാഫ്രിക്കൻ വകഭേദത്തെ ക്ലാഡ് 2 എന്നും പുനർനാമകരണം ചെയ്തു. എന്നാൽ വൈറസിൽ വളരെ വേഗമുണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ അതിനെ വീണ്ടും വക്രീകരിക്കാനും ഉപവിഭാഗത്തിന് പുതിയ പേരുകൾ നൽകാനും ശാസ്ത്രലോകം നിർബന്ധിതമായി. അങ്ങനെ ക്ലാഡ് 1ഉം ക്ലാഡ് 2ഉം വീണ്ടും A, B എന്ന് യഥാക്രമം വർഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായ വ്യാപനത്തിന് ഹേതുവായത് കോങ്കോ വകഭേദത്തിൻ്റെ ഉപവിഭാഗമായ ക്ലാഡ് 1B ആണ്. മരണനിരക്ക് 10% ക്ലാഡ് 1 വൈറസിന് ഏറ്റവും പ്രഹരശേഷിയും വ്യാപനശേഷിയും ഉള്ളതാണ് ക്ലാഡ് 1B എന്ന ഈ ഉപവിഭാഗം. ഒരാൾക്ക്
വൈറസ് ബാധയേറ്റ് 5 മുതൽ 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. സാധാരണയായി തലവേദന, പേശിവേദന, പനി, ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഇത് തുടക്കത്തിൽ ഇൻഫ്ലുവൻസ പോലെ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഈ രോഗം ചിക്കൻ പോക്സ്, 5-ാം പനി, വസൂരി എന്നിവയോട് സാമ്യമുള്ളതാണെങ്കിലും പക്ഷേ വീർത്ത ഗ്രന്ഥികളുടെ വേദനാജനകമായ സാന്നിധ്യം ഇവയെ അവയിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ചുണുങ്ങുകളും കുമിളകളും പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ചെവിക്ക് പിന്നിലും താടിയെല്ലിന് താഴെ, കഴുത്തിൽ അല്ലെങ്കിൽ ഞരമ്പുകളിൽ എല്ലാം വേദനയേറിയ ഗ്രന്ഥി വീക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. HIV ബാധിതരിലാണ് വളരെ മോശമായ രീതിയിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. 2022 കുരങ്ങുപനി പൊട്ടിപ്പുറപ്പെട്ട പല കേസുകളും ജ്ഞാനേന്ദ്രിയത്തിൽ പൊള്ളലേറ്റ പാടുകൾ പോലെ കാണപ്പെടുന്ന പതിവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിംഫ് നോഡുകൾ, ഗ്രന്ഥികൾ എന്നിവ തൊണ്ടകളിൽ പഴുപ്പ് നിറയ്ക്കുകയും അത് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ കാലുകളിലും വായിലും ജ്ഞാനേന്ദ്രിയത്തിലും കണ്ണുകളിലും കുമിളകൾ കാണപ്പെടും. അവ ചെറിയ പരന്ന പാടുകളായി ആരംഭിക്കുകയും കുമിളകൾ നിറയുകയും ദ്രാവകം നിറഞ്ഞ് പൊട്ടുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. കുമിളകൾ ഒന്ന് ചേർന്ന് ചിലപ്പോൾ വലിയ മുറിവുകളും വ്രണങ്ങളുമായി മാറാറുമുണ്ട്. ഈ ചുണങ്ങുകളും കുമിളകളും സാധാരണയായി 10 മുതൽ 14 ദിവസം വരെ നീണ്ടുനിൽക്കും. രോഗശാന്തിക്ക് ശേഷം മുറിവുകൾ ഇരുണ്ട പാടുകളായി മാറുന്നതിന് മുമ്പ് വിളറിയ അടയാളങ്ങളായി അവശേഷിക്കാം. ഇവ വേദനാജനകമാകാറും പതിവുണ്ട്. രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ തുടരുന്ന അണുബാധകൾ, ന്യൂമോണിയ, സെപ്സിസ്, എൻസെഫലൈറ്റിസ്, ഗുരുതരമായ നേത്രാണുബാധയാണെങ്കിൽ തന്നെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയും സങ്കീർണതയും ഈ വൈറസ് ബാധയ്ക്കുണ്ട്. ഗർഭാവസ്ഥയിൽ അണുബാധയുണ്ടായാൽ ചാപിള്ളയെ പ്രസവിക്കുകയോ അലസിപ്പോവുകയോ ജനന വൈകല്യങ്ങൾ കാണപ്പെടുകയോ ചെയ്തേക്കാം. കുട്ടിക്കാലത്ത് ഗോവസൂരിക്ക് വാക്സിൻ എടുത്തവരിൽ ഈ രോഗത്തിൻ്റെ തീവ്രത കുറഞ്ഞ അളവിലാണ് കാണപ്പെടുക എന്ന് ശാസ്ത്രം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2 മുതൽ 4 ആഴ്ച വരെയാണ് രോഗലക്ഷണങ്ങളും രോഗത്തിൻ്റെ അവസ്ഥകളും രോഗിയിൽ കാണപ്പെടുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, വാർദ്ധക്യം ബാധിച്ചവർ, HIV ബാധിതർ എന്നിവരിൽ മരണനിരക്കും രോഗത്തിൻ്റെ അവസ്ഥ സങ്കീർണമാകുന്ന നിരക്കും വളരെ ഉയർന്ന നിലയിലാണുള്ളത്. പൊതുവെ യാതൊരു ചികിത്സയും കൂടാതെ തീർത്തും വിശ്രമം കൊണ്ടും മാത്രം സുഖപ്പെടുന്നതാണ് ഈ വൈറൽ രോഗമെങ്കിലും ലക്ഷണങ്ങളുടെ രൂക്ഷത അനുസരിച്ച് ആൻറ്റിവൈറൽ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവ രോഗിക്ക് നൽകാറുണ്ട്. കൂടാതെ പ്രതിരോധ മാർഗമായി രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക, വസൂരിയുടെ വാക്സിൻ നൽകുക തുടങ്ങിയവയും പ്രാവർത്തികമാക്കാറുണ്ട്. മരണനിരക്ക് എല്ലാ വൈറസ് വകഭേദങ്ങൾക്കും കൂടി പരമാവധി 10% ആണെങ്കിലും 2013 ശേഷം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് മരണനിരക്ക് രോഗികളിൽ കാണപ്പെടുന്നത്. രോഗികൾ ഉണ്ടാകുന്ന കുമിളകളും അതുപോലെ കുടുംബാംഗങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന പ്രയാസങ്ങളും ആരോഗ്യ മാനസികമായ പ്രശ്നങ്ങളും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളായ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, കുട്ടികൾ, വൃദ്ധന്മാർ, ഗർഭിണികൾ എന്നിവരിൽ വൈറസ് ബാധ ഉണ്ടാക്കുന്ന സങ്കീർണതകളും വൈറസിൻ്റെ വ്യാപനശേഷി മൂലമുണ്ടാകുന്ന ക്വാറന്റൈൻ, ഐസൊലേഷൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും ആരോഗ്യ പ്രതിരോധ നടപടിയുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതമാക്കുന്നത്. കോവിഡിന് ശേഷം ലോകം മുഴുവൻ എങ്ങനെ ഒരു വൈറസിനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയതിനാൽ എംപോക്സിൻ്റെ പ്രതിരോധം WHO തീർത്തും ആയാസകരമായിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.